ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഞാനുള്ളത് എൻ്റെ സ്വന്തം വിറ്റാര ബ്രസ. 2017 കരുനാഗപ്പള്ളി ഒരു പ്രമുഖ ഡീലറിൻ്റെ നിന്നാണ് ഞാൻ വണ്ടി എടുക്കുന്നത്. ഇതുവരെ 1,98,830 കിലോമീറ്റർ ഓടി. ഇപ്പോൾ ഏകദേശം 2 ലക്ഷം കിലോമീറ്റർ ഓടിയ എൻ്റെ യൂസർ റിവ്യൂ, എനിക്ക് ഷോറൂമിൽ നിന്നുണ്ടായ അനുഭവങ്ങൾ, എനിക്ക് ഓട്ടത്തിലുണ്ടായ അനുഭവങ്ങൾ, ഇതൊക്കെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഏകദേശം ഈ 2 ലക്ഷം കിലോമീറ്റർ ഓടിയതിൽ ഷോറൂം സർവീസ് മാത്രം 1,29,000 രൂപയ്ക്ക് അടുത്ത് ഞാൻ സർവീസ് ചെയ്തു. ഷോറൂമിൽ മാത്രം സർവീസ് ചെയ്ത റേറ്റാണ് പറയുന്നത്. 1,29,515 രൂപയ്ക്ക് ഞാൻ സർവീസ് ചെയ്തു. അപ്പോൾ ഈ വണ്ടി എടുക്കുന്ന കാലം തൊട്ട്, എടുക്കുന്നത് ഞാൻ ബുക്ക് ചെയ്തതിന് ശേഷം ഒരു 2 ആഴ്ച ഞാൻ ബാംഗ്ലൂരായിരുന്നു എൻ്റെ ജോലി സംബന്ധമായിട്ട് ആവശ്യത്തിന്. അപ്പോൾ ഈ സമയത്ത് എൻ്റെ പേരൻസിനെ ഷോറൂമിൽ നിന്ന് വിളിച്ചിട്ട്, പേരൻസാണ് മണി ഡീൽ ചെയ്തത്, അപ്പോൾ അവർ വിളിച്ചിട്ട് GST ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്ന സമയമാണ്. അപ്പം GST ഇംപ്ലിമെൻ്റ് ആയാൽ ഏതാണ്ട് 10,60,000 രൂപയുടെ വ്യത്യാസം വരുമെന്ന് പറഞ്ഞിട്ട് ഈ പ്രമുഖ ഡീലർമാർ എൻ്റെ ഫാദറിനെ കൊണ്ട് നേരത്തെ പേയ്മെൻ്റ് അടപ്പിച്ചു. അപ്പം അതൊരു ഭയങ്കര തട്ടിപ്പായിട്ട് എനിക്ക് തോന്നി. കാര്യം GSTയുടെ കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല. അന്ന് GST ഇംപ്ലിമെൻ്റ് ആയിക്കഴിഞ്ഞാൽ റേറ്റ് കുറയുകയാണ് ചെയ്യുന്നത്, അല്ലേ, നമുക്കെല്ലാവർക്കും അറിയാതെ. അപ്പോൾ അതൊന്നാമത്തെ കേസ്. രണ്ടാമത്, ഞാനൊരു സർവീസിന് ചെന്ന സമയത്ത്, ഇപ്പം ഈ വണ്ടി വാങ്ങിച്ച സമയത്ത് 8.5 ലക്ഷം രൂപയുടെ ഒരു കാറിന് ഒരു വീൽ കപ്പ് പോലും ഇവർ തന്നിട്ടുണ്ടായില്ല. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അടുത്ത സർവീസിൻ്റെ ടൈമായപ്പോൾ ഞാൻ അവിടെ ചെന്ന് വണ്ടി കൊടുത്ത്, ഞാനാണ് വണ്ടി കൊടുത്തത്. വണ്ടി കഴിഞ്ഞ് ബില്ല് വന്ന സമയത്ത് ഈ വയർടൈ എന്ന് പറഞ്ഞിട്ട് സംഭവം ഉണ്ടല്ലോ, നമ്മുടെ വീൽ കപ്പ് വണ്ടിയല്ലേ, അലോയ് അല്ലല്ലോ, വീൽ കപ്പിനിടുന്ന ടാഗിന് 4 ടാഗിന് 64 രൂപ സംതിങ് പൈസ ആണ് അവർ ബില്ല് ചെയ്തത്. ഞാൻ ഞെട്ടിപ്പോയി. അങ്ങേയറ്റം 5 രൂപ ഒരു ടാഗിന് വരുള്ളൂ. ഞാനിത് റിപ്പോർട്ട് ചെയ്തു മാരുതിക്ക്. അപ്പോൾ ഇപ്പം ആ ടാഗിൻ്റെ പ്രൈസൊക്കെ ഓക്കെ ആയി. അത് ഒരു ഭയങ്കര മോശം അനുഭവം. ഇത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ ഈ ഓണത്തിൻ്റെ സമയത്ത് ഒരു ദിവസം മാരുതി ഓൺ റോഡ് സർവീസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കറിയാം, 24/7 ആണ് മാരുതി ഓൺ റോഡ് സർവീസ്. അപ്പം വണ്ടി ഏകദേശം 1 ലക്ഷം കിലോമീറ്റർ അടുക്കുന്ന സമയത്ത് ടൈമിംഗ് ചെയിൻ മാറുന്നത് വെളിയിൽ നിന്നാണ്. അത് കഴിഞ്ഞിട്ട് കുറേ കിലോമീറ്റർ കഴിഞ്ഞതിന് ശേഷം ഒരു സർവീസ് ചെയ്തായിരുന്നു ഈ പ്രമുഖ കമ്പനിയിൽ തന്നെ. അപ്പം അത് കഴിഞ്ഞിട്ട് ഏതാണ്ട് 2ാമത്തെ ദിവസം കായംകുളത്ത് വെച്ചിട്ട് എൻ്റെ വണ്ടിയുടെ ക്ലച്ചിൻ്റെ റിവേഴ്സ് ബിയറിങ് പോവുകയാണ്. അപ്പം നിങ്ങൾക്കറിയാമല്ലോ, ക്ലച്ച് ചവിട്ടാണ്ട് വണ്ടി സ്റ്റാർട്ടാവില്ല. അപ്പം ഞാൻ ആദ്യം MOSൽ വിളിച്ചു, പറഞ്ഞു വരാൻ പറ്റില്ല, ഓണം അവധിയാണ്. പിന്നെ എന്തിനാണ് ഈ 24/7 എന്ന് പറയുന്നത്? ഓണം, വിഷു, ഇത് പള്ളിപ്പെരുന്നാൾ, ഇതിനെല്ലാം അവധി എടുക്കാനാണെങ്കിൽ പിന്നെ എന്തിനാണ് ഈ 24/7 എന്ന് പറയുന്നത്? ഞാൻ എന്തോ ചെയ്തു, ഞാൻ കരുനാഗപ്പള്ളി തന്നെ വരെ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു വർക്ക്ഷോപ്പുണ്ട്, അൻഷാദിനെ വിളിച്ച്. അപ്പോൾ അൻഷാദ് കരുനാഗപ്പള്ളിയിൽ നിന്ന് ആ സ്പോട്ടിൽ വണ്ടി എടുത്ത് സ്റ്റാർട്ട് ചെയ്ത് വന്നു, റിക്കവറി ടൈ ചെയ്ത് വണ്ടി കരുനാഗപ്പള്ളി എത്തിച്ചു. അന്ന് ഞാൻ റിവേഴ്സ് ബിയറിംഗ് ഒന്ന് പണിഞ്ഞു. ഏകദേശം നല്ലൊരു എമൗണ്ടായി. അപ്പോൾ അത് കഴിഞ്ഞ് ഞാനിതും വിട്ടേ. കാര്യം ഒരു ഷോറൂം സർവീസ് എന്ന് പറയുന്നത് ജസ്റ്റ് എഞ്ചിൻ ഓയിൽ മാറുകയും കാര്യങ്ങൾ മാറി പൈസ വാങ്ങിക്കാനുള്ള ഈ 1,29,000 വാങ്ങിച്ച ആൾക്കാരുടെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. പിന്നെ അതവിടെ കഴിഞ്ഞു. വീണ്ടും ഞാൻ ഇതേ ഷോറൂമിൽ തന്നെയാണ് സർവീസിന് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരിക്കൽ വാഷൊക്കെ കഴിഞ്ഞ് ഞാൻ വൈകിട്ട് ഈവനിങ് എൻ്റെ ജോലിയും കഴിഞ്ഞിട്ട് ചെന്ന് ഞാൻ വണ്ടി എടുത്തു. സ്വഭാവമായിട്ട് നൈറ്റാണ് വണ്ടി എടുക്കുന്നത്, 7 മണിയൊക്കെ ആയി. ഞാനൊന്നും നോക്കിയില്ല. ഞാൻ എടുത്ത് വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ മൊത്തം പൊടി, അഴുക്കും പൊടിയും മാത്രമാണ് വണ്ടിയിൽ. വീണ്ടും ഞാൻ ക്ഷമിച്ച് ഒരു 8:30-9 മണിയായപ്പോൾ ഷോറൂമിൽ നിന്ന് വിളിക്കുന്നു, സാർ ഒരു അബദ്ധം പറ്റി, വേറൊരു വണ്ടിയുടെ വീൽ കപ്പാണ് നിങ്ങളുടെ വണ്ടി കിട്ടത്. ഞാനതിന് എന്ത് വേണം? അല്ല, ഞങ്ങൾ വന്നെടുത്തോട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വരാൻ പറഞ്ഞു. വന്ന സമയത്ത് ഞാൻ വണ്ടിയുടെ ബോണറ്റ് ഒന്ന് പൊക്കിയിട്ട് ഞാൻ ചോദിച്ചു, ഇങ്ങനെയാണോ നിങ്ങൾ വാഷ് ചെയ്യുന്നത്? മൊത്തം പൊടി, അതെല്ലാം അഴുക്കെല്ലാം അവിടെ ഇരിക്കുക. അപ്പം പറഞ്ഞു, ഇപ്പോൾ ആളെ വരുത്തി ഇവിടെ വാഷ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, നിങ്ങൾ ഇവിടുന്ന് അങ്ങ് പോയാൽ മതി. പിന്നെ ഞാൻ ആ ഷോറൂമിൽ പോയിട്ടില്ല. ഒരു നോർമൽ വീൽ കപ്പ് പോലും ഒരു കാറിൽ നിന്ന് ഊരിയിട്ട് അത് ഇന്ന കാറിൻ്റെ ആണെന്ന് അറിയാത്ത ഒരു എന്തൊക്കെ ഇതിൽ നിന്ന് എടുത്തിട്ടുണ്ടാവും, നമുക്കെങ്ങണ്ടറിയാവോ? അവിടെ കഴിഞ്ഞു. പിന്നെ കൊല്ലത്തെ ഒരു പ്രമുഖ ഡീലറുമായിട്ടാണ് അടുത്ത ഇടപാട്. അപ്പോൾ ഈ 2ാമത്തെ ഡീലർമാരാണ് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അൺസൈക്കബിളായിട്ടുള്ള പരിപാടി ചെയ്തത്. അപ്പോൾ ഒരു വട്ടം സർവീസ് കഴിഞ്ഞിറങ്ങിയ വണ്ടി ഞാൻ ഇതേ കൂട്ട് ഒരു ദൂരയാത്ര പോകുന്നതിന് മുമ്പ് ഒന്ന് അലൈൻമെൻറ്റ് പുറത്ത്, നമ്മുടെ കുറ്റോടത്താണ് ഞാൻ അലൈൻമെൻറ്റ് ചെയ്യുന്നത്. അലൈൻമെൻറ്റ് ചെയ്യാനായിട്ട് കൊണ്ടു ചെന്നപ്പോൾ എന്താ,
രണ്ട് സൈഡിലും ഓരോ വീലിൽ നട്ടില്ലേ അത് പിരിവെട്ടി കയറിയേക്കാണ്. ഈ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഷോറൂമിൽ വീൽ അഴിച്ചിട്ട് തിരിച്ചിടുമ്പം മറ്റേ ഗൺ വെച്ചടിക്കും ഇട്ട് തിരിക്കാതെ. അപ്പം രണ്ട് സൈഡിലെ നട്ട് കയറി ത്രെഡ് വെട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഈ രണ്ട് നെട്ട് ഞാൻ പിന്നെ കൊണ്ടുപോയി ഇത് ഗ്രൈൻഡ് ചെയ്യിപ്പിച്ച് കളഞ്ഞ് പൊട്ടിച്ച് ലെയ്ത്തിൽ കൊണ്ടുപോയി പ്രസ് ചെയ്യിപ്പിച്ചിട്ട് ഏതാണ്ട് 4,000-5,000 രൂപ അന്ന് ചിലവായി. ഒരു വെട്ടം ആണെങ്കിൽ നമുക്ക് ക്ഷമിക്കാം. രണ്ടാമത്തെ വെട്ടം മാർച്ചിൽ ഞാൻ തിരുവൈരാണിക്കുളം അമ്പലത്തിൽ പോകാനായിട്ട് രാത്രി ഇറങ്ങണം, ഫാമിലി ആയിട്ട് പോകുന്നതില്ലേ. ഞാനൊന്ന് ടയർ പ്രഷറൊക്കെ ചെക്ക് ചെയ്ത് ഈ പറയുന്ന എല്ലാം ഒന്ന് ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് റൊട്ടേറ്റ് ചെയ്യാനായിട്ട് വീണ്ടും കുറ്റോട്ടത്തെ കടയിൽ വന്നപ്പം അന്ന് 4 നെട്ട് ത്രെഡ് വെട്ടി കയറി. ഇതും സർവീസ് കഴിഞ്ഞിട്ട് ഒരാഴ്ച പോലും ആയിട്ടില്ല. കഥ നിർത്തി പരിപാടി. ഇപ്പം എൻ്റെ വണ്ടി എല്ലാ സർവീസും ചെയ്യുന്നത് ഇപ്പം കഴിഞ്ഞ ഏതാണ്ട് 10-12,000 കിലോമീറ്ററായിട്ട് അൻഷാദ് കരുനാഗപ്പള്ളി അൻഷാദാണ് എൻ്റെ വണ്ടി സർവീസ് ചെയ്യുന്നത്. എല്ലാ ഓയിൽ ചെക്കപ്പും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്, സസ്പെൻഷൻ പണിയുന്നതും എല്ലാം. എന്തിനാണ് ഷോറൂമിൽ കൊണ്ട് ഈ 1,29,000 രൂപ കൊടുത്തത്? അൻഷാദിനെ കൊണ്ട് പണിയിപ്പിച്ചാൽ പോരെ. അപ്പം ഇതൊക്കെയാണ് എനിക്ക് ഈ 2 ലക്ഷം കിലോമീറ്റർ. ഈ റിവേഴ്സ് ബിയറിങ് 2 വട്ടം പോയി കേട്ടോ. ഒന്ന് ആറ്റിങ്ങിൽ വെച്ചിട്ടും ഒന്ന് ഈ പറഞ്ഞ കായംകുളത്ത് വെച്ചിട്ടും. അങ്ങനെ റിവേഴ്സ് ബിയറിങ് പോയതല്ലാണ്ട് എനിക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും വേറെ ഉണ്ടായിട്ടില്ല. അപ്പം ഈ 2 ലക്ഷം കിലോമീറ്ററിൽ ഞാൻ വേറെ ഒന്നും അധികം ഇതിനകത്ത് ചെയ്തിട്ടില്ല. എനിക്ക് നല്ല അഭിപ്രായമാണ് വണ്ടിയെക്കുറിച്ച്. പിന്നെ ഈ പറയുന്ന എൻജിൻ സൈഡ് പെർഫെക്റ്റ് ആണ്, പക്ഷെ പവർ ഡെലിവറിയുടെ കാര്യത്തിൽ ഒരു ഇത്തിരി ശോകമാണ് വണ്ടി. ചില സമയത്തൊക്കെ നമ്മൾ ഓവർടേക്ക് ചെയ്യുന്ന സമയത്തൊക്കെ നല്ല ഇഴച്ചിൽ ഫീൽ ചെയ്യാറുണ്ട്. പിന്നെ ഇതേകൂട്ട് മാരുതി ഇത്രയും പോപ്പുലറായ മാരുതിയുടെ സർവീസ് മെച്ചപ്പെടുത്താനുള്ള ബാധ്യത ഈ പറയുന്ന മാരുതിക്കുണ്ട്. അത് തീർച്ചയായിട്ടും ചെയ്യണം. എന്നെപ്പോലെ 1000 കസ്റ്റമേഴ്സ് ഉണ്ട് ബുദ്ധിമുട്ടുകൾ നേരിടുന്നത്. അപ്പം ഇതാണ് എൻ്റെ 2 ലക്ഷം കിലോമീറ്റർ ഓടിച്ച ബ്രസേഡ റിവ്യൂ.